വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. ഈ ചൂട് കാലത്ത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ജ്യൂസ് ആയിരിക്കും ഇത്. അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ നേരത്തെ പറിച്ച ചാമ്പയ്ക്ക, ഉപ്പ്, കുറച്ച് പുതിനച്ചപ്പും 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്. അപ്പോൾ നമ്മൾ ഈ പറിച്ചെടുത്ത ചാമ്പയ്ക്ക ഒന്ന് കട്ട് ചെയ്യാം, ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണം. അതിന് നമുക്ക് ഒരു ചാമ്പക്ക ഇതിലെ പൊടിയും ഉള്ളിലുള്ള സീഡൊക്കെ വൃത്തിയാക്കാം. ഈ രീതിയിലാണ് ഇത് വൃത്തിയാക്കേണ്ടത്. നമ്മളിപ്പോൾ ചാമ്പക്ക നന്നായിട്ട് മുറിച്ച് അത് കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മളിതുപോലെ ജ്യൂസറിലിട്ടിട്ടും ക്രഷ് ചെയ്യുക. അപ്പം ഞാനിവിടെ ജ്യൂസറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ജ്യൂസറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചാമ്പക്ക കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണം 2 എണ്ണം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പുതിനച്ചപ്പ് അധികം ഇടരുത്, അതിൻ്റെ ചുവ വല്ലാണ്ട് വരണ്ട. അതുകൊണ്ട് 2 പുതിനച്ചപ്പ്, പിന്നെ ആവശ്യത്തിന് ലെമൺ ജ്യൂസ് 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ ചാമ്പയ്ക്കും നല്ല പുളിയാണ്, അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസിനും നല്ല പുളിയാണ്. അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ മേലെ 2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നമുക്ക് പതിയെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ക്രഷ് ചെയ്യാം. അപ്പോൾ ഇതിൽ ജ്യൂസിന് നമുക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 3 പേർക്കുള്ള ജ്യൂസാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനൊക്കെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് അരിക്കാം. അപ്പോൾ നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന ജ്യൂസ് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. പുതിനച്ചപ്പ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ജ്യൂസ് പുതിനയില വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി പറയാം. ചാമ്പങ്ങ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി കഴുകി വെച്ചത്, പുതിനച്ചപ്പ്, ഉപ്പ്, 2 കഷ്ണം ഇഞ്ചി, പിന്നെ ലെമൺ ജ്യൂസ്. ഇത് ഒരുമിച്ച് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. അതിനുശേഷം അരിച്ച് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അപ്പോൾ തന്നെ കുടിക്കണം. അപ്പോൾ ഇത് ഈ ചൂട് കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഒന്ന് തണുപ്പിക്കാൻ നന്നായിട്ടുള്ളൊരു ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.